ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശംഖുപുഷ്പം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയായിരിക്കും ശംഖുപുഷ്പത്തിനെ പറ്റിയിട്ട്. പ്രധാനമായിട്ടും രണ്ട് തരം ശംഖുപുഷ്പമാണുള്ളത്. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലൂവും. അപ്പോൾ എന്തെല്ലാം ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണിത്. മറവി, ഓർമ്മക്കുറവ്, ഡിപ്രഷൻ തുടങ്ങിയ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഒന്നാം തരം മരുന്നാണ് കേട്ടോ ഇത്. ഇത് വീട്ടിൽ നട്ടിട്ടില്ലാത്തവർ എന്തായാലും എവിടെന്നെങ്കിലും ഇതിൻ്റെ ഒരു വിത്ത് കൊണ്ടുപോയിട്ടെങ്കിലും മുളപ്പിച്ച് നട്ടു കൊടുക്കണം. നമുക്ക് രാവിലെ തേയിലിട്ട ചായ കുടിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ടീ കുടിച്ചിട്ടുണ്ടെങ്കിൽ. മുഖസൗന്ദര്യത്തിന് നല്ലൊരു മരുന്നായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഇത് എവിടെന്നെങ്കിലും കൊണ്ടുപോയിട്ട് വീട്ടുവളപ്പിൽ നട്ട് വളർത്തണം. ഇതിൻ്റെ തൈ വേണമെന്നില്ല, വിത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പാകി മുളപ്പിച്ചിട്ട് നട്ടാലും മതി. ഞാൻ അങ്ങനെയാണ് തൈ ഉണ്ടാക്കിയെടുത്തത്. ഒരു 4-5 പൂവ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് രാവിലെ ആ ടീ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉന്മേഷം ഉണ്ടാവും. ഈ പറഞ്ഞ അസുഖങ്ങൾക്കും ഈ പറഞ്ഞ പ്രശ്നത്തിനൊക്കെ പരിഹാരമാണിത്. അമിതവണ്ണം ഇല്ലാതാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കാലത്തെന്നും നിറയെ പൂവുണ്ടാവും മരത്തിൽ. അത് കുറച്ച് പിച്ചെടുത്തിട്ട് രാവിലെ തന്നെ ഫ്രഷായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. രാത്രി സമയത്ത് നന്നായിട്ട് വെട്ടി തിളച്ച 1 കപ്പ് വെള്ളം എടുത്ത് മാറ്റി വെക്കുക. അതിലേക്ക് ഒരു 5-10 നമ്മളെ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. രാവിലെ ആകുമ്പോൾ നല്ല ബ്ലൂ കളറിൽ ഇങ്ങനെ ടീ ആയിട്ട് കിട്ടും. അത് കാലത്ത് വെറും വയറ്റിലെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലിട്ട് കട്ടൻ കാപ്പി പോലെ തിളപ്പിച്ചിട്ടും ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു ഷെയറും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ബ്ലൂ ടീ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും കഴിക്കണം. കഴിച്ചവരെന്തായാലും സ്ഥിരമായിട്ട് കഴിക്കും വേണം. ഒരുപാട് കെമിക്കൽ ചേർന്ന കട്ടൻ കാപ്പി കാലത്ത് തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ലത് യാതൊരു കെമിക്കലും ഇല്ലാത്ത നമ്മളെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഈ ഫ്ലവർ ഇട്ടിട്ട് തിളപ്പിച്ച കുറച്ച് വെള്ളം കുടിക്കുന്നതല്ലേ. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ, സൂപ്പറാണ് കേട്ടോ.